എന്തേ വന്നേ? അയ്യേ ഞാൻ എൻ്റെ മരുവളെ കൊണ്ടുവന്നാണ്. ഓളിപ്പോൾ ഇനി പഠിത്തം പൂർത്തിയാകാൻ 3 കൊല്ലം കൂടി ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് മതി, ഗർഭം എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓളൊന്ന് വിളിച്ച, നിങ്ങൾ എന്താ വെച്ചാൽ മാണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്ത് മാർഗാണെന്ന് പറഞ്ഞു കൊടുക്കണം. വിളിച്ചോ, ആയിക്കോട്ടെ. ഓക്കെ, അങ്ങോട്ട് വന്നാ ഇതാ 3 കൊല്ലത്തെ പഠിത്തം ഇനി ഉണ്ടല്ലേ. താൽക്കാലിക മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റെഗുലർ ഹോർമോണൽ പിൽസാണ്, സൈക്ലിക്കൽ പിൽസ്. ഓക്കെ, അത് 21 ദിവസം കഴിക്കുന്ന പിൽസാണ്. ഡെയിലി കഴിക്കണം 21 ദിവസത്തിന് മുടങ്ങാതെ. ആ ഗുളിക ഒന്നും വേണ്ട, അത് ഇനി ഒരു ദിവസം കുടിച്ചാൽ മറന്നു പോയിണെങ്കിൽ ആകെ അടുങ്ങാറായി പോവും. വേണ്ട അല്ലേ താത്തേ? മരുമോൾക്കല്ലേ സംഭവം വേണ്ടതേ. നിങ്ങളെന്തിനാ ഇടക്ക് കയറി സംസാരിക്കുന്നതേ? പിന്നെ കോപ്പർട്ടി ഇടാം. 3 വർഷത്തിൻ്റെ ഉണ്ട്, 5 വർഷത്തിൻ്റെ ഉണ്ട്, 10 വർഷത്തിൻ്റെ ഉണ്ട്. അത് വേണോ? ഈ കോപ്പർട്ടി ഒന്നും ഇടണ്ട, അങ്ങനത്തെ ഇടണൊക്കെ ആകെ അടുങ്ങാറായി പോവും, ഒന്നും ശരിയാവില്ല. അല്ല, എന്തെങ്കിലും ഒരു മാർഗം വേണമെന്ന് 36 ഓടി വന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പം എന്ത് പറഞ്ഞാലും അതിന് കുറ്റമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് നിരോധം ഉപയോഗിച്ചൂടെ, കോണ്ടോം? കുറൊന്നും വേണ്ട, 3 കൊല്ലത്തിനേക്കല്ലേ ഞങ്ങളോട് ചോദിച്ചേ. 3 കൊല്ലത്തിന്റെ കൂട്ടി ചേർത്ത ചാക്ക് കണക്കിനുണ്ടാവും പെരേല്. പിന്നെ ഓല് ശ്രദ്ധിക്കാഞ്ഞാലോ അത് പൊട്ടി പോവുകയും ചെയ്യും. ഇത് മറ്റേ സാധാരണ കവർ തന്നെ കൊണ്ടുപോകാൻ ഹരിതകർമ്മസേന ഇല്ല എന്നിട്ടപ്പം. എന്നാലും താത്തെ പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തി? ഒന്നും പറ്റാത്ത സ്ഥിതിക്ക് ഏറ്റവും നൂതനമായ ഒരു കാര്യമുണ്ട്, പറയട്ടെ. അതാണ് ഇംപ്ലാനോൺ. അതൊരു ഇങ്ങനെ നല്ല രീതിയിൽ വളയുന്ന ടൈപ്പ് ഒരു തീപ്പട്ടിക്കൊള്ളിൻ്റെ അത്രയുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കാണ്. അത് നമ്മുടെ കയ്യിൻ്റെ ഉൾഭാഗത്ത് നിക്ഷേപിക്കലാണ്. അതിന് 3 വർഷത്തിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അതിന് ചെറിയ തോതിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ റിലീസാവും. അപ്പം എന്ന് വെച്ചാൽ ഗർഭം ധരിക്കില്ല, അതായത് അണ്ടോൽപാദനം നടക്കില്ല. അതുപോലെ തന്നെ ഗർഭപാത്രത്തിന് വായിലൊരു ദ്രാവകം വരുമ്പോൾ അതിന് കട്ടി ഉണ്ടാവും, അതുകൊണ്ട് പുരുഷ ബീജം ഉള്ളിലോട്ട് ചെല്ലില്ല. അതുപോലെ തന്നെ ഗർഭത്തിന് തുടരാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ആ മെത്ത പോലുള്ള അതൊക്കെ തിന്നായി പോകും. അങ്ങനെ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗർഭം ധരിക്കില്ല. 3 വർഷം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചെറിയ തോതിൽ ധരിപ്പിച്ചിട്ട് അതെടുത്ത് ഒഴിവാക്കാം. ഇതിന് എനിക്ക് പറയാനുള്ളത്, തുടക്കത്തിൽ ഒരു ബ്ലീഡിങ്ങിൻ്റെ ചെറിയൊരു അസ്വസ്ഥത ഒക്കെ വന്നെന്നിരിക്കും. ഇതിനി എന്തെങ്കിലും നിങ്ങളെ ഭാഗത്തുനിന്ന് പറയാനുണ്ടോ? മോൾക്ക് എന്താ താല്പര്യം, പറ. എനിക്ക് ഇതന്നെ മതി. ഇപ്പം പുതിയത് ഇറങ്ങിയതല്ലേ ഇംപ്ലാനോൺ എന്ന് പറയുന്നത്. ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ അതന്നെ മതി. ആ ഉമ്മ, അത് മതിയോ? എനിക്കിഷ്ടാണെങ്കിൽ ഞാൻ ആയിക്കോട്ടെ. ഞാനല്ലല്ലോ ഇടണേ, ജനല്ലേ, അപ്പൊ ജനല്ലേ പറയണ്ടേ.